ഗൗതം, ഇത് പുച്ഛിച്ചു തള്ളിയിരുന്ന ഒരു വിഷയമാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജന്മഭൂമിയിലെ സജിത് പരമേശ്വരന്റെ 3 വാർത്തകളാണ് ഇത് ഒരിക്കൽ കൂടി ജനശ്രദ്ധയിൽ കൊണ്ടുവന്നത്. തുടർന്ന് ജനൻ TV ഇത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു. എത്ര ഗൗരവതരമാണ് ഈ വിഷയം? ബംഗാൾ മോഡൽ ഇവിടെ നടപ്പാക്കാനുള്ള ശ്രമമാണോ നടന്നിരുന്നത്? ഈ അതിഥിയായി വന്ന് തൊഴിൽ ചെയ്തു പോകണമെങ്കിൽ, ജീവിക്കാനായി വന്നതെങ്കിൽ, ഉപജീവനത്തിന് വന്നതെങ്കിൽ ഇവർക്ക് എന്തിന് വ്യാജരേഖകൾ ഉണ്ടാക്കണം? അതായത് ഇതൊരു എനിക്ക് തോന്നുന്നൊരു 2000-നൊക്കെ ശേഷം മുതൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ വിവിധ ഭാഷാ തൊഴിലാളികൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതലും ബംഗാളിൽ നിന്നുള്ളവരായിരുന്നു. കാരണം CPM ഒക്കെ 34 വർഷം ഭരിച്ച ബംഗാളിൽ വേലയും കൂലിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾക്ക് കേരളത്തിലേക്ക് എത്തേണ്ടി വന്നു. അത് സ്വാഭാവികമാണ്. ആ നാടിൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് പണി തേടി മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ ബംഗാളികളുണ്ടായിരുന്നു, ഒഡീഷയിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു, അസോമിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. ഇവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്ര സജീവമായി കണ്ടിട്ടില്ലെങ്കിലും അന്ന് മുതൽ തന്നെ ഉണ്ട്. കാരണം എൻ്റെ ഒരു ഓർമ്മയിൽ 2000-ന് ശേഷം പലപ്പോഴും പണിക്കായി അവർ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഇതിൽ ഏറ്റവും അപകടകരമായ രീതിയിലേക്ക് ഇവർ മാറുകയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ പല പെൺകുട്ടികളെ റേപ്പ് ചെയ്തതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇവർ പ്രതിയേർക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പോലീസുകാരെ നടു റോഡിലിട്ട് ഇവർ ആക്രമിക്കുകയാണ്. അതായത് കേരള പോലീസിനെ ആക്രമിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ അടികൊണ്ട് വീഴുന്ന നമ്മൾ കാണുന്നത്, തിരിച്ചടിക്കുന്നൊന്നും കാണുന്നില്ല. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പെരുമ്പാവൂർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവല്ലയോട് ചേർന്ന് കിടക്കുന്ന പായിപ്പാട് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇതൊരു കേരളമാണ് എന്ന നിലയിലല്ല നമുക്ക് കാര്യങ്ങൾ തോന്നുന്നത്. കാരണം പായിപ്പാട്, ഞാനത് വഴി സ്ഥിരം ട്രാവൽ ചെയ്യുന്നതാണ്. തിരുവല്ലയിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ പായിപ്പാടൊക്കെ പൂർണ്ണമായിട്ട് ഇവരുടെ കൈകളിലായി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബംഗാളുകാരും ആസാംകാരും ഈ ഒഡീഷക്കാർക്കും ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്നും ആളുകൾ എത്തുന്നു എന്നതാണ്. റോഹിംഗ്യകളായിട്ടുള്ള, അതായത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മുസ്ലിം രാജ്യങ്ങൾ പോലും അക്കോമഡേഷൻ കൊടുക്കാത്ത റോഹിംഗ്യകൾ, അതായത് എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, മതത്തിൻ്റെ പേരിലും മറ്റുമൊക്കെ ജിഹാദി വിഘടനവാദ പ്രവർത്തനം നടത്തുന്ന റോഹിംഗ്യകൾ ഉൾപ്പെടെ നമ്മുടെ സ്റ്റേറ്റിലേക്ക് എത്തുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇപ്പോൾ ഈ സജിത് പരമേശ്വർജിയുടെ ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത, അതൊരു പക്ഷേ കേരളത്തിൽ ജന്മഭൂമിയും ജനവും അല്ലാതെ വേറെ ഒരു ചാനൽ അത് തൊട്ടിട്ടില്ല. അപ്പോൾ എന്താണ് ആ വാർത്തയുടെ ഉള്ളടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബംഗ്ലാദേശിലെ ഒരു കൊടും ഭീകരൻ, അതായത് ജിഹാദി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു കൊടും ഭീകരൻ 5 വർഷക്കാലം പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് അയാൾ പ്രവർത്തിക്കുകയായിരുന്നു. ഇവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക്, കേരള പോലീസിന് അത് അറിയാൻ കഴിഞ്ഞില്ല. കേരളത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് പിണറായി സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ഇത് നടന്നത്. അപ്പോൾ ഈ ഭീകരൻ ഇപ്പോൾ പത്തനംതിട്ട വിട്ട് അയാൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇയാൾ ബംഗ്ലാദേശിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നു. ഇയാൾ മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ആൾ കൊടും ഭീകരനാണ്. അയാൾ കോയിപ്പുറം കേന്ദ്രീകരിച്ച്, കോയിപ്പുറം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ്, അതൊരു നഗരം പോലും അല്ല. അപ്പോൾ അവിടെയൊക്കെ കേന്ദ്രീകരിച്ച് ഇവർക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു, ഇവരെ എന്തുകൊണ്ട് കൃത്യമായി അന്വേഷിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു. ആധാർ കാർഡുകൾ ഉണ്ടാക്കാൻ ഇവർക്ക് അവസരങ്ങൾ കൊടുത്തു. അപ്പോൾ ഇത് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അസോമിലൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള കൊക്രാജറിലൊക്കെ ഉണ്ടായിട്ടുള്ള കലാപങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ തദ്ദേശീയരും ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരും തമ്മിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ചരിത്രം നമുക്ക് മുന്നിൽ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കുറച്ച് വർഷം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തദ്ദേശീയരെന്ന് പറയുന്ന നമ്മൾ, അതായത് മലയാളികളും ഈ പറയുന്ന ബംഗ്ലാദേശികളും തമ്മിലുള്ള ഒരു വലിയ സംഘടനത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന വലിയ ആശങ്ക എനിക്കുണ്ട്. കാരണം കാര്യങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പല സ്ഥലങ്ങളിലും അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, അത് ബംഗാളിൽ നിന്ന് വരുന്ന നമ്മുടെ ബംഗാളി ഭായിമാരല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, ബംഗ്ലാദേശികളാണ്. അവർ ലോകത്തെല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിപ്പോൾ കേരളത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്.